ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള എൻ്റെ മുക്കുത്തി കളക്ഷൻസ് ആണ്. സോ ഓൾമോസ്റ്റ് മിക്ക ഗേൾസിനും മുക്കുത്തി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഗേൾസ് എന്നില്ല, ബോയ്സ് എന്നില്ല, ബോയ്സിനും ഇഷ്ടമാണ് അല്ലേ? സോ ഇപ്പോൾ ബോയ്സും മൂക്കൊക്കെ കുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച്, ഒരുപാടൊന്നുമില്ല, കുറച്ച് മുക്കുത്തി കളക്ഷൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സോ എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും മിസ്സാവാതെ നിങ്ങളിലോട്ട് എത്തത്തുള്ളൂ. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. സോ എനിക്ക് മൂക്ക് കുത്താൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ ഞാൻ 2023 സെപ്റ്റംബറിലാണ് ഞാൻ മൂക്ക് കുത്തുന്നത്. സോ മൂക്ക് കുത്തുമ്പോൾ നമുക്കെല്ലാം ഓൾറെഡി ഉള്ള ഒരു പേടിയാണല്ലേ, മൂക്ക് പഴുക്കുമോ, അല്ലെങ്കിൽ അതിൻ്റെ കെയർ, എവിടെയെങ്കിലും തട്ടാനോ മുട്ടാനോ പാടില്ല, അങ്ങനെ ഒരുപാട് ഇതുണ്ടല്ലേ. സോ എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് ഞാൻ ഷൂട്ടാണ് ചെയ്തത്. അപ്പം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു 3 വീക്സോളം നമ്മൾ ആ ഷൂട്ട് ചെയ്യുന്ന മൂക്കുത്തി തന്നെ നമ്മൾ യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ നമ്മളത് ഊരിയിട്ടാണ് വേറെ നമ്മൾ നോസ്പിൻ യൂസ് ചെയ്യുന്നത്. സോ എനിക്ക് ഭാഗ്യത്തിന് പഴുക്കുമോ, അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസം 2-3 ദിവസം ഒരു വേദന ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പുവെള്ളമൊക്കെ നമ്മൾ ഒഴിച്ച് അത് കെയർ ചെയ്തതുകൊണ്ട് എനിക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഞാൻ ഈ ഒരു കുഞ്ഞ് ഡപ്പയിലാണ് എൻ്റെ മുക്കൂത്തി എല്ലാം ഇട്ട് വെച്ചിട്ടുള്ളത്. നല്ല ക്യൂട്ടാണ്. സോ ഇതിനകത്ത് ആദ്യം തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന മൂക്കുത്തി നിങ്ങളെ കാണിക്കാം. ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂക്കുത്തിയാണ്. കണ്ടില്ലേ, സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു സ്റ്റാർ ടൈപ്പ് നോസ്പിന്നാണിത്. നല്ല രസമാണ് ഇത് നേരിട്ട് കാണാൻ. ഈ വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ തിളങ്ങും, നല്ല ഭംഗിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു മുക്കൂത്തി. സോ ഇതാണ് എൻ്റെ കയ്യിലുള്ള ഒരു മുക്കൂത്തി എന്ന് പറയുന്നത്. സോ ഞാൻ ഷൂട്ട് ചെയ്ത സമയത്ത് എനിക്കുണ്ടായിരുന്ന മുക്കൂത്തി ഇതായിരുന്നു കേട്ടോ. ഇത് എല്ലായിടത്തും ഇത് തന്നെയാണ്. ഇതിൻ്റെ ബാക്ക് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ആണിയൊക്കെയാണ് വരുന്നത്. ഇതായിരുന്നു മൂക്ക് കുത്തിയപ്പോഴത്തെ ഷൂട്ട് ചെയ്തപ്പം ഇട്ടിരുന്ന മൂക്കുത്തി. ഓക്കെ, അത് ഞാൻ എപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഞാൻ ആദ്യം കാണിച്ചിരുന്ന ഇതായിരുന്നു നമ്മുടെ മൂക്കുത്തി. ഇതെന്ന് പറയുന്നത് സ്ക്രൂ ബാക്ക് ആണ്. ബാക്കിൽ ഇങ്ങനെ സ്ക്രൂ ആണ് വരുന്നത്. സോ എൻ്റെ അടുത്ത മൂക്കുത്തി എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്ന മൂക്കുത്തി എന്ന് പറയുന്നത്. ഇതാണ് ഡയമണ്ട് ഷേപ്പിൽ സ്റ്റോൺസ് വന്നിട്ടുള്ള ഒരു നോസ്പിന്നാണ് ഇത്. സോ ഇത് ഞാൻ നിങ്ങളെ ഇട്ട് കാണിക്കാം. ഇതും സ്ക്രൂ ബാക്ക് തന്നെയാണ്. എപ്പോഴും നമുക്ക് സ്ക്രൂ ബാക്ക് ആയിരിക്കും ഇച്ചിരൂടെ കംഫർട്ടബിൾ ഇടാൻ. ഓക്കെ, സോ ഈ ഒരു മുക്കുത്തി ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് വന്നിട്ട് ഇങ്ങനെ ഒരു 4 റെഡ് സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മൂക്കുത്തിയാണ്. ഇതെൻ്റെ സെക്കൻഡ് നോസ്പിനാണ്, രണ്ടാമത്തെ മൂക്കുത്തിയാണ്. ഇതും സ്ക്രൂ ബാക്ക് തന്നെയാണ്. ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. സ്ക്രൂ ബാക്ക് തന്നെയാണ്. ഞാൻ നിങ്ങളെ ഇട്ട് കാണിക്കാം. ഇത് ഇങ്ങനെയാണ് വരിക. 4 റെഡ് സ്റ്റോൺ ആണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണിത് കാണാനുണ്ടാവുക. അടുത്ത് വന്നിട്ടൊരു ജെ ആണ്. ഇങ്ങനെയാണ് മൂക്കുത്തി വന്നിട്ട്. വൈറ്റ് സ്റ്റോൺ ആണ്. ഇതും സ്ക്രൂ ബാക്ക് തന്നെയാണ്. മൂക്കുത്തി വന്നിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക, കണ്ടില്ലേ? സോ ഇനി വന്നിട്ട് ഒരു സിംഗിൾ വൈറ്റ് സ്റ്റോണിൻ്റെ ആണ്. ഇതും സ്ക്രൂ ബാക്ക് തന്നെയാണ്. ഇനി അടുത്ത് നമുക്കൊരു റിംഗ് ആണ്. വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ഒരു റിംഗ്. ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഇവിടെ ഇങ്ങനെ വൈറ്റ് സ്റ്റോണുകളുണ്ട്. ആണ് അടുത്ത നമ്മുടെ
നോസ് പിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇതും റിങ് തന്നെയാണ്. ഇത് വന്നിട്ട് നല്ല ടൈറ്റായിട്ട് കിടക്കുന്ന ടൈപ്പ് ഒരു റിങ്ങാണ്. ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിനോട് പറ്റി പിടിച്ച് കിടക്കും. ഞാൻ ലോക്ക് ഇടുന്നില്ല. ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഊരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു ടൈപ്പാണിത്. അത് കാരണം ഞാൻ ലോക്ക് ഇടുന്നില്ല, ജസ്റ്റ് വെച്ച് കാണിക്കാം. സോ ഇങ്ങനെയാണ് ഈ ഒരു നോസ് പിൻ വന്നിട്ടുള്ളത്. സ്റ്റോൺ ഉണ്ട് ഇടയ്ക്ക്, റിങ്ങാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് വേറെ നോഡുണ്ട്. ഇത് വന്നിട്ടൊരു ഹൂപ്പ് റിങ് എന്നൊക്കെ നമ്മൾ പറയും. വളരെ നൈസായിട്ട് ഉള്ള ഒരെണ്ണമാണ്. ആക്ച്വലി ഇത് ഞാൻ ഇടുന്ന തീരെ കുറവാണ്. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കയറ്റി വെച്ചിരുന്നാൽ മാത്രം മതി. ഇതാണ് ഒരെണ്ണം. ഇതിൻ്റെ ഒരു സിൽവർ വുഡ് എൻ്റെ കയ്യിലുണ്ട്. ഇതിനകത്ത് പക്ഷെ ഞാനത് ഇട്ട് വെച്ചിട്ടില്ല. വേറെ ഏതോ ഒരു ബോക്സിനകത്താണെന്ന് തോന്നുന്നു. ഇനി അടുത്ത വന്നിട്ട് ഇത് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നോസ് പിന്നാണ്. പ്ലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ടൊക്കെ പ്ലാസ്റ്റിക്കാണ്. ബ്ലാക്ക് കളർ വന്നിട്ട് എനിക്കിത് വെറൈറ്റി ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. ഇങ്ങനെ നിൽക്കും. പക്ഷേ ഇത് ഞാനങ്ങനെ ഇടാറില്ല. ഞാനിത് ഒരു തവണ ഇട്ടപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുക എൻ്റെ മൂക്കിൽ എന്നാ വണ്ടോ ഏതാണ്ട് ഇരിക്കുന്നതെന്ന്. അത് കാരണം ഞാനിത് പിന്നെ ഇട്ടിട്ടില്ല. നമുക്കിത് ഫാഷനായിരിക്കും, പക്ഷെ ഒരാൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ നമുക്ക് ഇടാൻ ഭയങ്കര മടിയാവത്തില്ലേ? എനിക്കങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് മൂക്കുത്തിയൊക്കെ മൂക്കയിൽ ഇതുകൊണ്ട് വണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ ആയിപ്പോകത്തില്ലേ? അതന്നല്ല, എനിക്കിത് അങ്ങോട്ടൊരു സുഖം തോന്നിയില്ല. അത് എനിക്ക് എന്നെ എന്തോ പോലെ തോന്നി. അത് കാരണം ഞാനിതങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് സ്ക്രൂ ബാക്ക് ഒന്നും അല്ല, ജസ്റ്റ് നമ്മുടെ കമ്മൽ പോലെ ഇങ്ങനെ കയറ്റിയിടുന്ന ഇതുണ്ട്. റബ്ബർ ടൈപ്പ് മറ്റേ ഇതാണ്. ഞാനിത് അങ്ങനെ ഇടുന്ന അല്ല. പിന്നെ വേറെണ്ണം വരുന്നുണ്ട്. ഇത് വന്നിട്ട് 3 സ്റ്റോൺ വന്നിട്ടുള്ള ഒരെണ്ണമാണ്. ഇത് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നി. പിന്നെ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മൂക്ക് കുത്തുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാൻ നേരം ഇട്ടായിരുന്നതാണ്. സോ ഇത്രയാണ് എൻ്റെ നോസ് പിൻ കളക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ ഏത് നോസ് പിന്നാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ ഏതിട്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആയതെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിച്ചേക്കണേ. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സോ താങ്ക് യു.